ഹായ് നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഐക്കൺസ് ഓഫ് ഇന്ത്യ ഇന്നും നിൽക്കുന്നത് ചെന്നൈയിലാണ്. ഇന്ന് നമ്മുടെ അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എറണാകുളത്ത് പറവൂരിനടുത്ത് ജനിച്ച് ഏകദേശം 44 വർഷങ്ങൾക്ക് മുമ്പ് കേരളം വിട്ട് ഇന്ത്യയിലെ ഒത്തിരി സംസ്ഥാനങ്ങളിൽ പല പല ജോലിയും ചെയ്ത് ഇപ്പോൾ ചെന്നൈയിൽ അൽഫാമെരിയ എന്ന ഇൻറ്റീരിയർ വർക്ക് നടത്തുന്ന അതിൻ്റെ ഓണർ, അൽഫാമെരിയയുടെ ഓണർ KA മാത്യു സാറാണ്. KA മാത്യു സാറിന് ഐക്കൺസ് ഓഫ് ഇന്ത്യ എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ മാത്യു സാറിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. തുടങ്ങാം. പറവൂര് അല്ലേ? എൻ്റെ വീട് വടക്കൻ പറവൂര്, ചേന്നമംഗലം ആണ് എക്സാക്ട് പ്ലേസ്. അവിടെ കുറുപ്പശ്ശേരിൽ ആന്റണി. അച്ഛൻ്റെ പേര് ആന്റണി. വീട്ടുപേര് കുറുപ്പശ്ശേരിൽ. അമ്മയുടെ പേര് കുഞ്ഞമ്മ. അവരുടെ എത്രാമത്തെ മകനായിട്ട് ജനിച്ചു? 8ാമത്തെ മകനാണ്. ഈ സഹോദരങ്ങളുടെ സഹോദരിമാരുടെ പേരെന്ന് പറയാമോ? മൂത്ത സഹോദരന്റെ പേര് ജോർജ്. പുള്ളി ആദിലാബാദ് CCI സിമെന്റ് ഫാക്ടറിയിൽ വർക്ക് ചെയ്തു. ഇപ്പോൾ ഈ കഴിഞ്ഞ കോവിഡിൽ പുള്ളി പറഞ്ഞ മാതിരി മരിച്ചുപോയി. പിന്നെ അതിന് താഴെ ആൻസണി എന്ന് പറഞ്ഞിട്ട് പുള്ളി ഞങ്ങളുടെ കുടുംബ തൊഴിലായ കൽപ്പണിയാണ്. എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പണിയുടെ ഭയങ്കര ഒരു മേസ്ത്രിയായി ആ കാലത്ത് വളരെ അറിയപ്പെടുന്ന ചേന്നമംഗലം ഈവൻ മൂത്തകുന്നം കോളേജ്, മാലിയങ്കര കോളേജ്, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായി വർക്ക് ചെയ്തിരുന്നത് എൻ്റെ ഫാദറാണ്. അതിൻ്റെ മെയിൻ മേസ്ത്രി. പുള്ളി അറിയപ്പെടുന്നൊരു കൽപ്പണിക്കാരനാണ്. അപ്പൊ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അപ്പൻ്റെ കൂടെ പണിക്ക് പോയിരുന്ന ഈ കൽപ്പണിക്ക് പോകും. പുള്ളിയുടെ പേര് ആൻസലി. മൂത്ത ജ്യേഷ്ഠനല്ല, രണ്ടാമത്തെ ജ്യേഷ്ഠൻ. പിന്നെ അതിനുശേഷം 2 ഇരട്ട കുട്ടികളായിരുന്നു, അതും ആൺകുട്ടികൾ. അവരും ഈ പറഞ്ഞ മാതിരി കുടുംബത്തൊഴിലായിരുന്നു. പിന്നെ അതിന് താഴെ എൻ്റെ ഒരു ബ്രദറ്, പുള്ളി പഠിച്ചു കഴിഞ്ഞിട്ട് പുള്ളി അവിടെ കൂനമ്മാവ് സ്കൂളിൽ വന്നു കഴിഞ്ഞിട്ട് പ്രിൻസിപ്പാളായിരുന്നു. കൂനമ്മാവ് സ്കൂൾ. പിന്നെ പുള്ളിയുടെ വൈഫും അവിടെ ടീച്ചറായിരുന്നു. പിന്നെ അതിൻ്റെ എൻ്റെ ചേട്ടൻ ടോമി എന്ന് പറഞ്ഞിട്ട് അവിടെ ചേന്നമംഗലം പറവൂര് ആൾമോസ്റ്റ് ആ ഭാഗത്തേക്ക് അറിയപ്പെടുന്ന ഒരു ബിൽഡിംഗ് കോൺട്രാക്ടർ. അപ്പൊ മാത്യു സാറ് എത്ര വരെയൊക്കെ പഠിച്ചു? എവിടെയായിരുന്നു വിദ്യാഭ്യാസം? ഞാൻ SSLC ചേന്നമംഗലം പാലിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം SNM കോളേജിൽ മാലിയങ്കര പ്രീ ഡിഗ്രി. അത് കഴിഞ്ഞിട്ട് പറവൂര് കേസരി ബാലകൃഷ്ണപിള്ള മെമ്മോറിയൽ കോളേജ്, ഒരു പാരലൽ കോളേജാണ്. അപ്പോൾ ഏകദേശം ഒരു 15 വയസ്സ്, 16 വയസ്സ്, 17 വയസ്സ് വരെ നമ്മൾ അവിടെ തന്നെ ആയിരുന്നു. ആ ഏരിയയിലൊക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ എന്തുകൊണ്ടാണ് കേരളം വിട്ട് നമ്മൾ പുറത്തേക്ക് പോകണം? എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ചില സമകാലീന സുഹൃത്തുക്കളും കൂടി ഒരു ട്യൂട്ടോറിയൽ കോളേജ് കോളേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ട്യൂട്ടോറിയൽ ഒരു സ്ഥാപനം, 10ാം ക്ലാസ് വരെ കുട്ടികളെ പഠിപ്പിക്കുന്ന അവിടെ ഞങ്ങളുടെ ആ ഭാഗത്തിന്റെ കൂട്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ അപ്പൻ്റെ അനിയന്റെ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന വീട്ടില് തുടങ്ങി. ടൈം പാസും അങ്ങനെ ചെറിയ ചില്ലറ വരുമാനം. നല്ല കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഒരുവിധം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് അപ്പൊ എൻ്റെ ഒരു ക്ലാസ് എടുക്കുന്നവരായിരുന്നു ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന്റെ ബലത്തിൽ നമ്മൾ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. പ്രീ ഡിഗ്രി അല്ല, ഞാൻ ബികോം കംപ്ലീറ്റ് ചെയ്തല്ലേ?
ബികോം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് കേസരി ബാലകൃഷ്ണ കോളേജിൽ നിന്നിട്ട് ബികോം കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ സാറ് നമ്മുടെ അച്ഛന്റെ നമ്മുടെ കുലത്തൊഴിലായ ആ ഒരു മേസ്ത്രിയിലേക്ക് തിരിഞ്ഞില്ല? ആ മേസ്ത്രിയിലേക്ക് തിരിഞ്ഞില്ല. കാരണം എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടി അവിടെ ഒരു ചേന്നമംഗലം സഹകരണ സംഘത്തിലെ എന്നിട്ട് എനിക്ക് ഒരു ജോലി വരെ റെഡിയാക്കി തന്നു. അച്ഛനപ്പം നല്ലൊരു വലിയൊരു ജോലിക്കാരനായിട്ട് കാണണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെല്ലാവരെയും പഠിപ്പിച്ചു എല്ലാവരും പഠിപ്പിച്ചു. ഓക്കെ, എല്ലാവരും പഠിക്കാനുള്ളവരെല്ലാം പഠിപ്പിച്ചു. എൻ്റെ അനുജൻ ജോണി ഇപ്പം മാതൃഭൂമിയിലെ സീനിയർ അവിടുത്തെ ഓൺലൈനിന്റെ ചീഫാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പാരലൽ കോളേജ് അവിടെ തുടങ്ങി. അതെ, പാരലൽ കോളേജ് തുടങ്ങി ആൾമോസ്റ്റ് ഒരു 1 ഇയർ, ഒരു വർഷം. അപ്പം അതിനുശേഷമാണ് എൻ്റെ ഒരു ലെക്ചറർ ഞാറക്കൽക്കാരൻ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ പൂനെയിൽ ജോലിക്ക് പോയി. ഓക്കെ, പുള്ളി അങ്ങോട്ട് ട്രാൻസ്ഫർ എന്നല്ല, അവിടെ റിസൈൻ ചെയ്തിട്ട് പൂനെയിൽ ജോലിക്ക് കയറി. ഈ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവരുടെ ഒരു കമ്പനിയായിരുന്നു. ഇപ്പോൾ വാക്സിൻ റെഡിയാക്കുന്നുണ്ടല്ലോ, അവരുടെ ഒരു കമ്പനി, അതിൽ ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് അപ്പോൾ പുള്ളി ഞാനുമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷും വിദ്യാർത്ഥിയുമായിട്ടുള്ള ബന്ധമില്ല, ഞങ്ങൾ സ്നേഹിതരായിരുന്നു. ഓക്കെ ഓക്കെ, പഠിപ്പിക്കുന്ന കാലത്ത് തന്നെ. അപ്പോൾ പുള്ളിയായിട്ട് വളരെയധികം കണക്ഷൻ ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചു, എന്നാൽ മാത്യു ഇങ്ങോട്ട് പോര്, പൂനെയിലേക്ക് വരാൻ. അപ്പൊ സാറിന്റെ ഒരു വഴികാട്ടി പേരെന്താണ്? അയാളുടെ പേര് റൊണാൾഡോ. അദ്ദേഹമാണ് കേരളത്തിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള ആദ്യ വഴിവെട്ടിയത്. ഓക്കെ, അപ്പൊ സന്തോഷത്തിലൂടെ നമ്മള് സ്വീകരിച്ചു അല്ലെ, അക്ഷരം സ്വീകരിച്ചു. അക്ഷരം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഇന്ന സ്ഥലത്ത് ഇപ്പൊ കേരളത്തിൽ തന്നെ നിന്ന് രക്ഷപ്പെടണമെന്നൊന്നുമില്ല, എവിടെ ചെന്നാലും നമുക്ക് രക്ഷപ്പെടണം, കിട്ടുക അവിടെ പോവാ. അങ്ങനെ പൂനെയിൽ ചെല്ലും. അതെ, അങ്ങനെ പൂനെയിൽ ചെന്നു. ഒരു 3 മാസം പുള്ളിയുടെ കൂടെ അവിടെ ചെറിയ ചെറിയ പണികൾ, അതൊന്നും നമുക്ക് കാര്യമായില്ല. അപ്പോഴാണ് എനിക്ക് ഈ ബോംബെയിൽ ഒരു ഓഫർ കിട്ടുന്നത്. അതായത് നമ്മളുടെ കൂട്ടുകാർ പുള്ളി വഴി തന്നെ കൂട്ടുകാരൻ വഴി ബോംബെയില് ഗാഡ് കോപ്പർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റില് ഒരു പ്രിമാക്സ് ടൂൾസ്, ആ കമ്പനിയുടെ പേര്, കൊല്ലത്തുകാരൻ ഒരു ഫ്രാൻസിസ്, പുള്ളിയും പുള്ളിയുടെ അനുജനും കൂടിയാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഞാനവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റും അങ്ങനെയില്ല, എല്ലാവർക്കും മെഷീനറിയിൽ ഹെൽപ്പർ തുടങ്ങി ഫ്രീ ആയിരിക്കുമ്പോൾ അക്കൗണ്ട്സ്. കാരണം ചെറിയൊരു ഫാക്ടറി, അല്ലാണ്ട് വലിയൊരു സെറ്റപ്പ് അല്ല. എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 210 രൂപയാണ്. 210 രൂപ. അപ്പൊ ഏകദേശം ഒരു 8 രൂപ 9 രൂപ ഒക്കെ അല്ലേ ഒരു ദിവസം? ആൾമോസ്റ്റ് ഒരു 8 രൂപ ആ റേറ്റിലാണ്. അപ്പോൾ അതിൽ തന്നെ ഞാൻ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭാഗ്യം കിട്ടി. എൻ്റെ നാട്ടുകാരിയായ പെരുവാരത്തുകാരി അമ്മായി, അവരുടെ അമ്മായി എന്നാണ് അവരെ അറിയുന്നത്. എല്ലാവരെയും അമ്മായിയാണ്. അപ്പൊ ആ ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മെസ്സുകൾ എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് ഉണ്ട്. അമ്മാവന്റെ മെസ്സ്, രാമേട്ടന്റെ മെസ്സ്, അമ്മായിയുടെ മെസ്സ്. അപ്പൊ ഈ അമ്മായി മെസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മായിയുടെ മെസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാളാണ്. എങ്ങനെ ഒരു 20 അടി ലെങ്ത് ഉള്ള ഒരു ഹാളില് ഒരു 15 ഇൻവെൻസ്. അവിടെ തന്നെ പല സ്ഥലങ്ങളിലെ ചെറിയ ജോലികളൊക്കെ ജോലികൾ, തയ്യൽ ജോലി, ചെറിയ ശമ്പളത്തിൽ, വളരെ ചെറിയ ശമ്പളത്തിൽ. കാരണം ഒരു എൻ്റെ ഓർമ്മയിൽ എനിക്ക് തൃശ്ശൂരുകാരൻ്റെ ഒരു ജോസഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി തയ്യൽ പണിയായിരുന്നു. അതുപോലെ ആൾമോസ്റ്റ് അവിടെ ജോലി ചെയ്യുന്നവർ പിന്നെ കുറേ പേര് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിലേക്ക് കിടക്കാൻ വേണ്ടി ഒരു 5-8 പേരവിടെ വന്ന് താമസിച്ചു. ബോംബെയിൽ നിന്ന് അപ്പൊ ഇവരവിടെ 1 മാസം 2 മാസം താമസിക്കും. ഗൾഫിൽ എന്തെങ്കിലും ചാൻസ് കിട്ടി പോകുന്നത്, അങ്ങനെ പോകും. അതല്ലെങ്കിൽ അവിടെ തന്നെ എന്തെങ്കിലും ജോലികൾ ചെയ്ത് ജീവിക്കും. ഗൾഫിലേക്കൊന്നും പോകാനുള്ള ഒരു ആഗ്രഹം തോന്നിയില്ലേ? ഈ ഗൾഫിലേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ചാൻസ് കിട്ടിയതാണ്. ഇറാഖിലേക്ക് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ആയിട്ട് കിട്ടി. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു 3 മാസം പോയി. ഇറാഖിൽ പോയി അന്ന്. ഇറാഖിൽ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ എന്തോ കാലാവസ്ഥ എനിക്ക് ശരിയായില്ല. അതുമല്ല ആ വർക്കുമായിട്ട് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റി. അങ്ങനെ ഞാൻ തിരിച്ചു വീണ്ടും ബോംബെയിലേക്ക് വന്നു. ബോംബെയിൽ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 6 മാസം സിംഗപ്പൂർ പോയി. ഫിൻലൻഡുകാരൻ ഒരു സായിപ്പിൻ്റെ
കെയർ ഓഫിൽ പുള്ളിയായിട്ട് പരിചയപ്പെട്ടിരുന്നിട്ട് പുള്ളി എന്നെ അവിടെ സിംഗപ്പൂർ ഷാങ്ഗ്രില ഹോട്ടൽ, അന്നത്തെ 5 സ്റ്റാർ ഹോട്ടലാണ്, അതിൽ റേഡിയോ ഓപ്പറേറ്റർ, മ്യൂസിക് ഓപ്പറേറ്റർ. ഓഹോ, പല പല പരിപാടിയാണ്. ഒരു റൂമുണ്ട്, അതിലിങ്ങനെ ഈ റൂമുകളിലേക്കുള്ള ഈ മ്യൂസിക് സിസ്റ്റം. അന്ന് ഈ പാട്ടുകളൊന്നുമില്ല, പാട്ടുകളുണ്ട്, പഴയ പാട്ടുകൾ, അതുപോലെ മ്യൂസിക്സ്, അതിൻ്റെ കാസറ്റുകൾ ഇടുക, ഓപ്പറേറ്റ് ചെയ്യുക. നമ്മൾ റൂമിലേക്ക് നമ്മൾ സംഗീതം ഒഴുക്കി വിടും നമുക്ക്. ഓക്കെ, അപ്പൊ നല്ല ശമ്പളം കിട്ടുമായിരുന്നോ അവിടെ? ഒരുവിധം കുഴപ്പമില്ലാത്ത ശമ്പളം കിട്ടി. അന്ന് മറ്റുള്ളവരിലേക്ക് നമ്മൾ ഒഴുക്കി വിട്ട സംഗീതം ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ട്, കാരണം നമ്മളാണല്ലോ ഇത് വിട്ടുകൊടുക്കുന്നത് എപ്പോഴും. അപ്പൊ എന്തായാലും നമ്മുടെ മനസ്സിലേക്ക് ആ പാട്ട് കയറുമല്ലോ. മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ ഒരു പേര് രണ്ടുപേര് പാടാൻ പറ്റുമോ? നമ്മുടെ പഴയ കാലത്തിലേക്ക് ഒന്ന് പോകാൻ വേണ്ടിയായിരുന്നു. മുഹമ്മദ് റാഫിയുടെ പാട്ട് പാടുന്നതിലും നല്ലത് വേണമെങ്കിൽ ഞാൻ ഒരു മലയാളം പാട്ട് പാടാം. അന്ന് ഒഴുക്കി വിട്ട പാട്ടല്ല, ഇപ്പോൾ എനിക്ക് വളരെയധികം താല്പര്യമുള്ള, കാരണം ഞാനൊരു കുറെ കാലത്തിന് മുമ്പ് ഒരു ധ്യാനം കേട്ടു. ആ അച്ഛൻ്റെ ഒരു പാട്ട്, പുള്ളി പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ആ പാട്ട് ഞാൻ മുഴുവൻ ആയിക്കോട്ടെ. അപ്പൊ ആ ഒരു രണ്ടുപേരും മുടിക്കാൻ പഴയ ആ ഒരു ഓർമ്മയിലോട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ്. പഠിക്കണം. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തിനരികിൽ അവനുള്ളതാം, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഓക്കെ, നല്ല ദൈവവിശ്വാസിയാണ് അല്ലേ? അല്ല, ആ പാട്ട് എനിക്ക് വളരെയധികം ആത്മവിശ്വാസം തരുന്ന പാട്ടാണ്. ഏതെങ്കിലും പരീക്ഷണ ഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ കാരണം ഒരു 2 സ്നേഹിതന്മാര് പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര മഴ, തിരിച്ചു പോരാൻ പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചു പോരാൻ നേരത്ത് ഭയങ്കര മഴ. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു, എന്തൊരു മഴ, ഇങ്ങനെ ഒരു മഴ കണ്ടിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ തിരിച്ചു പോകും. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, ഈ ലോകത്ത് പെയ്തിരിക്കുന്ന ഒരു മഴയും തോരാതിരുന്നിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും മാറും. അതാണ് ആ പാട്ടിന്റെ ഒരു ഇത്. അതാണ്. അപ്പൊ അങ്ങനെ അൽഫ മരിയയിലേക്ക് എങ്ങനെയായിരുന്നു വന്നത്? ഇപ്പൊ സാർ ഒറ്റക്കല്ലേ ചെയ്യുന്നത്? ഇപ്പൊ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കസിൻ കൂടെ ഉണ്ടല്ലേ? ഇപ്പൊ നമ്മുടെ അൽഫ മരിയയിൽ ഇപ്പൊ എത്ര സ്റ്റാഫുകളുണ്ട്? ആൽഫ മരിയയിൽ ഇപ്പോൾ എന്ന് പറയുന്നത് സ്റ്റാഫിന്റെ കണക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ആസിഡ് ആൾമോസ്റ്റ് ഒരു 200 തൊഴിലാളികളുണ്ട്. പല രീതിയിലായിട്ട് പെയിന്റർ, കാർപ്പൻ്റർ, മറ്റുള്ള വർക്കേഴ്സ്, പാർട്ടീഷൻ, ജിപ്സത്തിൻ്റെ ഒക്കെ പാർട്ടീഷൻ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യും. അപ്പോൾ അതിന് ആൾമോസ്റ്റ് ഒരു 200 മേലെ. അങ്ങനെ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് ഞങ്ങളുടെ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ 15 പേരാണ്. അപ്പോൾ നമ്മളെന്തായാലും ഒരു 200 പേരുടെ കുടുംബം നോക്കുന്ന ഒരു ആളായി മാറി. ഇപ്പോൾ നമ്മൾ സ്വന്തം ഒരു ചെറിയ ജോലിക്കായിട്ട് നമ്മൾ ഇന്ത്യ മുഴുവൻ അലഞ്ഞു അല്ലെ? പല പല സ്ഥലങ്ങളിൽ ചെന്നു. ഇന്ത്യ മുഴുവനും അലഞ്ഞു, പല സ്ഥലങ്ങളിലും കറങ്ങി. കറങ്ങാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ സ്ഥലങ്ങളൊന്നുമില്ല. അതിനിടയ്ക്കൊന്ന് ഭാഗ്യപരീക്ഷണത്തിന് നമ്മൾ ഇറാഖിൽ പോയി, പക്ഷെ അവിടുത്തെ ക്ലൈമറ്റ് പിടിച്ചില്ല. അപ്പൊ ദൈവം പറഞ്ഞേക്കണത് ഇറാഖിൽ നിന്നും പോകണ്ട, മാത്യു ഇവിടെ ചെന്നൈയിലാണ് നിന്റെ സ്ഥലം. ഒരു 250 പേര് ജീവിതം കൊടുക്കേണ്ട ആളാണ്. അല്ല, അതിൽ കൂടുതൽ ആൾക്കാർക്ക്, കണ്ടമാനം പേർക്ക്. കാരണം നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളും ഇവരെ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. അതെ, നമ്മുടെ സ്റ്റാഫിൽ തന്നെ കൂടുതലും തമിഴാളുകളാണ്. മലയാളികളുണ്ട്, വളരെ കുറച്ചുള്ളൂ മലയാളി. കാരണം ഇവിടുത്തെ നമ്മളുടെ സ്റ്റാഫ് അഡ്മിൻ ഒരു മലയാളിയാണ്, പെൺകുട്ടിയാണ്. അവരിന്ന് സുഖമില്ലാണ്ട് അവർ വന്നിട്ടില്ല. പിന്നെ മറ്റുള്ളവരെല്ലാം ആൾമോസ്റ്റ് തമിഴാണ്. തൊഴിലാളികളൊക്കെ എങ്ങനെയാണ് നമ്മുടെ സമീപനം? തൊഴിലാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അധികം നോർത്ത് ഇന്ത്യൻസ് ആണ്. പിന്നെ തമിഴ് ആൾക്കാരുണ്ട്. അവരുമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഹൃദമാണ്. നമ്മളൊരു മുതലാളി തൊഴിലാളി ബന്ധമൊന്നുമല്ല, കണക്ഷൻ, സഹോദര ബന്ധമാണ്. ഞാനും ഇറങ്ങി പണി ചെയ്തിട്ടില്ല. അതെ, അതാണ് നമ്മളൊരു തൊഴിലാളിയായിട്ട് വന്ന കാരണം നമുക്കറിയാം.
എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. കാരണം ഞാൻ പ്രവൃത്തി ചെയ്തിട്ടാണ് പിന്നെ പതുക്കെ പതുക്കെ പതുക്കെയാണ് ഒരു കോൺട്രാക്ടർ ആവുക, പിന്നെ ഒരു ബിസിനസ് സ്ഥാപനം. അപ്പൊ നമ്മള് ഇന്ത്യയൊക്കെ മൊത്തം കറങ്ങി അവിടെ എന്താ പറയാ, പൂനെയിൽ പോയി, ബോംബെയിൽ പോയി, ഗുജറാത്തിൽ പോയി, പിന്നെ ചെന്നൈയിലൂടെ വന്നു. അതിനിടയ്ക്ക് നമുക്ക് ജീവിത പങ്കാളി ഇവിടെ വെച്ചാൽ കണ്ടെത്തി. ജീവിത പങ്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ തന്നെയാണ്. എത്രാമത്തെ വയസ്സിലായിരുന്നു വിവാഹം? കാരണം ഞാൻ നാട് വിട്ടതിന് ശേഷം കുറെ കാലം വീട്ടിലേക്ക് പോയില്ല. അതെന്ത് പറ്റി? കാരണം ഈ കറക്കമായി. അല്ല, അപ്പൊ വിളിയൊന്നുമില്ല, ലെറ്റർ എഴുതില്ല, അങ്ങനെ ഒന്നുമില്ല? അങ്ങനെ ജ്യേഷ്ഠനുമായിട്ടുള്ള കണക്ഷനാണ്. അങ്ങനെയല്ല, കുറെ കാലം എന്നല്ല, ഒരു കുറച്ച് വർഷങ്ങൾ നമ്മള് ഈ പറഞ്ഞ മാതിരി ഒരു അജ്ഞാതവാസം പോലെ. അന്ന് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലൊന്നും ആയിട്ടില്ല. ആകാൻ വേണ്ടിയുള്ള ഓട്ടപ്പാച്ചില് സ്ഥലങ്ങളിലൊക്കെ ചെല്ലുക, ജീവിച്ചു പോവുക, അതല്ലാണ്ട് മറ്റുള്ള രീതിയിൽ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളൊരു ലക്ഷ്യത്തിലാണ് ഇറങ്ങി തിരിച്ചത്. ആ ലക്ഷ്യം നിറവേറ്റാതെ നാട്ടിൽ ചെന്നാൽ നടക്കേണ്ടതാണ്. അപ്പൊ അതിന്റെ കാര്യത്തിന് വേണ്ടി തൽക്കാലത്തേക്ക് ഒന്ന് കുടുംബത്തിനെ ഒരു 3-4 കൊല്ലം നമ്മളൊന്ന് വലിയ ഗൗരവിച്ചില്ല. എന്നാലും നമ്മൾ അറിയുന്നുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അങ്ങനെ നാട്ടിൽ ചെന്ന് എത്രാമത്തെ വയസ്സിലാണ് നമ്മളപ്പോ ഒന്ന് കുടുംബമായിട്ട് വീണ്ടും നമ്മളൊന്ന്? ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റ് മാരേജ് ആണ്. എന്റെ 35-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇനിയിപ്പോ നീ മുന്നോട്ട് അധികം ഒറ്റക്ക് പോകേണ്ട കാര്യമില്ല, ഒരു ജീവിത പങ്കാളിനെ വേണം. 35-ാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു സെറ്റപ്പായി, നമ്മുടെ പേരിലുള്ള ഒരു കമ്പനി ആയി ആ സമയത്താണ്. അപ്പൊ നാട്ടിൽ തന്നെ ചെന്നു വിവാഹം കഴിച്ചു. ഭാര്യയുടെ പേര് ഷീബ. എവിടെയുള്ളതാണ്? പറവൂരിനടുത്താണ്. പറവൂര് അടുത്ത് തന്നെ പുത്തൻവേലിക്കര എന്ന് പറയുന്നത് അടുത്തടുത്ത് തന്നെയാണ്, അധികം ലോങ്ങിലേക്ക് പോകേണ്ടി വന്നില്ല. ചേന്നമംഗലത്ത് നിന്ന് ഹാർഡ്ലി 2 കിലോമീറ്റർ. മക്കള് എത്ര പേര്? മക്കള് എനിക്ക് 3 മക്കളാണ്. മക്കളൊക്കെ മൂത്തത് പെൺകുട്ടിയാണ്. അവളുടെ കല്യാണം ഈ കഴിഞ്ഞ മെയ് 15-ാം തീയതി. ഓക്കെ, അടിപൊളി. വിശാഖപട്ടണത്തിൽ നിന്നാണ് പയ്യൻ. കേരളത്തിൽ നമുക്ക് കിട്ടില്ല. കേരളത്തില് അല്ല, നോക്കാഞ്ഞിട്ടാണോ? കേരളത്തിൽ അത് ഈ മാട്രിമോണി കൂടി വന്നാണ് വിശാഖപട്ടണത്ത് ബോൺ ആൻഡ് ബോട്ട് വർക്ക് ചെയ്യുന്നത് ഹൈദരാബാദില്. മെയ് 15-ാം തീയതി. ഇപ്പം മകള് വിശാഖപട്ടണത്തുണ്ട്. അവള് ഹൈദരാബാദില് ജോലി, ഇവിടെ ചെന്നൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത ആള് MBA കഴിഞ്ഞു. ഇപ്പൊ എന്റെ കൂടെ ആന്റണി. അതെ, കൂടെ ഉണ്ട്. കാരണം നമ്മളുടെ കൂടെ ആരെങ്കിലും വേണ്ടേ പിൻഗാമിയായിട്ട്. ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വേണമല്ലോ നമ്മുടെ മക്കളൊക്കെ അല്ലേ. പിന്നെ അടുത്ത പയ്യൻ അവൻ ജർമ്മനിയിലേക്ക് എനർജി സയൻസ്, ഇവിടെ നിന്ന് എയറോനോട്ടിക്കലില് ഗ്രാജുവേറ്റ് ചെയ്തിട്ട് അവിടെ പോയിട്ട് ഇപ്പൊ PG. നമുക്ക് ഇറാഖിലെ കാറ്റ് പിടിച്ചില്ല എന്ന് പറഞ്ഞ് മക്കൾക്ക് കുഴപ്പമൊന്നുമില്ല. മക്കൾക്ക് ജർമ്മനിലെ കാറ്റൊക്കെ പിടിക്കുന്നുണ്ട്. ഇടക്കിടക്ക് ഫോട്ടോകൾ. അതിനിടയ്ക്ക് പഴയ ഓർമ്മ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇടക്കൊക്കെ ഒന്ന് പല രാജ്യങ്ങളും ചുറ്റിക്കറങ്ങണ്ടെന്നൊക്കെ അറിഞ്ഞായിരുന്നു. അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകും. എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഞാൻ ആൾമോസ്റ്റ് സിംഗപ്പൂർ ഒരു 4-5 പ്രാവശ്യം പോയിട്ടുണ്ട്. അതുപോലെ ചൈനയിൽ പോയിട്ടുണ്ട്. ചൈനയിലൊക്കെ നല്ല രസമാണ് അല്ലേ? ചൈനയില് ഷാങ്ഹായില് ആൾമോസ്റ്റ് ഒരു മാസം ഉണ്ടായിരുന്നു. ഒരു മാസം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ നബിയും കൂടിയാണ് പോയത്, എൻ്റെ സിസ്റ്ററിന്റെ മകനും കൂടി. കാരണം കുറച്ച് ബിസിനസ് ഐറ്റംസ്, നമ്മളുടെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അവിടെ ആൾമോസ്റ്റ് ഒരു 1 month കറങ്ങി തിരിഞ്ഞു. പിന്നെ തിരിച്ചു വന്നു. കാരണം ഇപ്പോഴും അവിടെ നിന്ന് മെറ്റീരിയലുകൾ നമ്മൾ വാങ്ങുന്നുണ്ട്. നാട്ടിലൊക്കെ എങ്ങനെയാണ്? എപ്പോഴൊക്കെയാണ് പോകുന്നത്? നാട്ടില് ഓണത്തിനാണോ അതോ ക്രിസ്മസിനായിരിക്കും അല്ലേ? ഇല്ലില്ല, ഞങ്ങൾ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഇപ്പോ എവറി 2 months ഒരു ആഴ്ചയൊക്കെ പോയി നിൽക്കും. കാരണം ഞങ്ങളവിടെ നല്ല സ്ഥലമാണ്. അല്ല, ഞങ്ങളവിടെ ചേന്നമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു വീടുണ്ട്. അപ്പൊ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങള് ഞാനും ഭാര്യയും, ചിലപ്പോൾ പിള്ളേരും അങ്ങനെ വരാറില്ല, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പോയിട്ട് ഒരു 3-4 ദിവസം നല്ല കായൽ മീനെ കൂട്ടി അല്ലേ? നല്ല ഇഷ്ടംപോലെ കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കോട്ടപ്പുറം. അതെ, അവിടെ പുഴമീനും കാര്യമൊക്കെ കെട്ടി 3-4 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മളിങ്ങോട്ട് വരും. പിന്നെ എന്റെ റിലേറ്റീവ്സ് എല്ലാം അവിടെയാണ്. സന്തോഷിക്കാനായിട്ടൊക്കെ ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുള്ളത് അവിടെയാണ്. 210 രൂപയിൽ തുടങ്ങി 8 രൂപ ഒരു ദിവസം, 8 രൂപയുടെ ദിവസക്കൂലിയിൽ ഇപ്പോൾ തുടങ്ങിയിട്ട് ഇന്ന് നമ്മൾ വലിയൊരു സ്ഥാപനം നടത്തുന്നതിന്റെ ഓണറായി നിൽക്കുന്നു. വലിയ സ്ഥാപനം എന്ന് പറഞ്ഞാൽ 200-250 തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥാപനമല്ല, വലിയ സ്ഥാപനം തന്നെയാണ്. അങ്ങനെ വലുതായിട്ടൊന്നും നമ്മളില്ല. നമുക്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആഗ്രഹങ്ങളില്ല. ഇനി അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇനിയുള്ള ആഗ്രഹങ്ങൾ എന്താണ്? ഇനി ആഗ്രഹം ഇതുപോലെ അങ്ങനെ പോവുക. ഇനി ഇത് ഈ സ്ഥാപനം കുറച്ചും കൂടി ഒന്നും അല്ലല്ല, എനിക്ക് മരിക്കുന്നത് വരെ ജോലി. പെൻഷൻ എന്ന് പറഞ്ഞില്ല. പെൻഷൻ ഇല്ല.
പെൻഷൻ ആണെങ്കിൽ ആൾമോസ്റ്റ് പെൻഷനായി, അതിന്റെ ടൈമായി. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് കുറച്ചുകൂടെ ചുറുചുറുക്ക് വന്നിരിക്കുന്നത്. പ്രായം കൂടുന്നതോറുമാണ് നമുക്ക് കൂടുതൽ ജോലി ചെയ്യാനുള്ള ഒരു ഇതാക്കി വരുന്നത്. കാരണം വയസ്സ് ഒരു മനുഷ്യനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പ്രവൃത്തിയെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ വിൽ പവർ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാന്നുള്ളതാണ്. ഇന്ത്യ മൊത്തം ഏകദേശം കുറെ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതെ. ഇപ്പൊ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇപ്പൊ നമ്മൾ പറവൂരിൽ നിന്ന് നല്ല പുഴമീൻ കിട്ടും, നല്ല മീൻ കിട്ടും, അങ്ങനെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ഏത് ഭക്ഷണമാണ് ഇപ്പൊ നമുക്ക് ഇപ്പൊ കേരളീയ ഭക്ഷണമാണോ, ഇവിടുത്തെ ഭക്ഷണമാണോ, ഇവിടുത്തെ ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ രുചിയായിട്ട് തോന്നിയിട്ടുള്ളത്? എനിക്കങ്ങനെ കേരള ഭക്ഷണം ഇഷ്ടമാണ്. തമിഴ്നാട്ടിലെ ഇഡ്ഡലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. ഇവിടുത്തെ ബിരിയാണിയോ? ബിരിയാണി എന്ന് പറഞ്ഞാൽ ബിരിയാണിയോട് അങ്ങനെ താല്പര്യം. നാട്ടിലെ ബിരിയാണി നല്ലതാണ് അല്ലേ? അപ്പൊ നമ്മളിപ്പോ എന്തായാലും ഇത്രയും വർഷം നമ്മൾ എന്തായാലും ചെന്നൈയിലാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു സത്യത്തിലൊരു മലയാളിയായി ജനിച്ചെങ്കിലും ജീവിതത്തിന്റെ ഏകദേശം ഭൂരിഭാഗവും നമ്മൾ ഇവിടെയാണ് സ്പെൻഡ് ചെയ്തത്. അതെ. പക്ഷെ ഇവിടെയുള്ള ആളുകൾ നമ്മൾ ആ ഒരു വേർതിരിവൂടെ കാണാറുണ്ടോ? ഇയാൾ മലയാളിയാണ്, അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാവാറുണ്ടോ? വേർതിരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രവൃത്തികളിലാണത്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ വളരെയധികം ഇവിടെയുള്ളവരോടും നല്ല രീതിയിൽ ഇടപഴകുന്ന ഒരു, അതുകൊണ്ട് നമ്മളോട് സ്നേഹത്തോടുകൂടി തന്നെ മാത്രമാണ്. പക്ഷേ ഇപ്പോഴും എൻ്റെ ഭാഷ, തമിഴ് ഭാഷ കേട്ട് കഴിഞ്ഞാൽ ഞാൻ മലയാളിയാണെന്നുള്ളത് ഏത് പൊട്ടനും പറയും. കാരണം ആ ആക്സെന്റ്. അതെ, ഇപ്പോഴും തമിഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളമാണ്. കാരണം ഞങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന മൊത്തം മലയാളം കയറി വരും. പുറത്തു വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വീട്ടിൽ എന്ന് പറഞ്ഞാൽ സംസാര ഭാഷ ടോട്ടൽ മലയാളം. പിള്ളേരും അത് കാരണം മലയാളത്തിൽ വളരെ ഫ്ലുവൻ്റ് ആണ്. അപ്പൊ എന്തായാലും ജീവിതം ദൈവത്തിന്റെ കൃപ കൊണ്ട് അല്ലേ വളരെയധികം സന്തോഷമായിട്ട് തന്നെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ആൽഫാമരിയ ഇനിയും ഉയരങ്ങളിലേക്ക്, ഇപ്പൊ 250 പേരെന്നുള്ളത് 500 പേരായി, 1000 പേര് വരെ തൊഴിലാളികൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു വേള അടുത്ത തലമുറയിൽ അങ്ങനെ സംഭവിക്കാനും വഴിയുണ്ട്. അതെ, നമുക്കും അത് കാണണമെന്നുണ്ട്. ഇപ്പോഴും പ്രശ്നങ്ങളില്ലാണ്ട് പോകുന്നു. പിന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള ടെൻഷനുകൾ അത് എപ്പോഴും ഉണ്ടാവില്ല. എന്തൊക്കെ തൊഴിൽ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ തൊഴിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സാറിന് അല്ലേ? എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്, എല്ലാ പണികളും. അപ്പൊ ഇപ്പോൾ നമ്മളുടെ ഈ ബിസിനസ്സിലോട്ടൊക്കെ കടന്നു വരുന്ന നമ്മുടെ യുവതലമുറക്ക് സാറിന്റെ ഭാഗത്ത് നിന്നുള്ള എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? അവരോട് ഒരു ഉപദേശം, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള സാർ. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി മണിയുടെ പുറകെ പോവുകയാണ്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. ഒരു ജോലി പഠിച്ചു കഴിഞ്ഞിട്ട് ആത്മാർത്ഥതയോടുകൂടി ചെയ്ത് കിട്ടുന്ന ഒരു 10 പൈസയുടെ അതിൻ്റെ വില ഒന്ന് ഡിഫറൻ്റാണ്. അപ്പോൾ അത് ജോലി പഠിച്ചു കഴിഞ്ഞിട്ട് ആത്മാർത്ഥത, ജോലിയിൽ എപ്പോഴും ആത്മാർത്ഥത വേണം. കാരണം എൻ്റെ ഇത്രയും കാലത്തെ ഈ തൊഴിൽ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളും അവൻ മോശമായ പണി ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ള ഒരു പേര് ഇതുവരെ വന്നിട്ടില്ല. കാരണം ഏറ്റെടുക്കുന്ന ജോലിയിൽ സത്യസന്ധത, അതല്ല അവിടെ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പൈസ വാങ്ങാണ്ട് വീണ്ടും പോയി അത് ചെയ്തു കൊടുക്കും. സർവീസ്, ആഫ്റ്റർ സെയിൽ സർവീസ് നമ്മളൊരു സ്പെഷ്യാലിറ്റിയാണ്. ഇപ്പോൾ കൂടെ ഒരു 1 ഇയറിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്ത ISROയുടെ വർക്കിൽ കുറച്ച് ഫാൾട്ടുകൾ വന്ന് അത് അവരുടെ കുഴപ്പമാണ്. എന്നിട്ട് നമ്മളത് ഏറ്റെടുത്തു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ വൈബ്രേഷൻ, കണ്ടമാനം എയർ ഡക്റ്റുകളും അതുപോലെ മെഷീനറീസും ഒക്കെ ആ സെറ്റപ്പിൽ പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഉണ്ടാക്കിയ ഡ്രൈവാൾ പാർട്ടീഷനിൽ കുറേ ക്രാക്കുകൾ വന്നു. അതിപ്പോൾ എൻ്റെ ആൾക്കാർ ഇപ്പോൾ പോയിട്ട് 2 ദിവസത്തിന് മുമ്പാണ് പോയിട്ട് അത് ശരിയാക്കി തോന്നിയിരുന്നു. അപ്പം അങ്ങനെ അതാണ് ഞങ്ങളുടെ സർവീസാണ് ഈ പറയുന്ന. അവിടെ നിന്നുള്ള വർക്ക് ഇനി സാറിന് കിട്ടിക്കൊണ്ടിരിക്കും, അത്ര ഉത്തരവാദിത്വം. കാരണം ഞാൻ എൻ്റെ ഓരോ ക്ലയൻറ്റുകളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു 1 ടൈം കില്ലിങ് അങ്ങനെയുള്ള പരിപാടിയില്ല. ഒരു പ്രാവശ്യം ജോലി ചെയ്ത് പൈസയും വാങ്ങി പോരുകയല്ല. ഞങ്ങളവിടെ കണ്ടിന്യൂസ് ആയിട്ട്, എനിക്ക് എൻ്റെ അമർരാജ എന്ന് പറഞ്ഞ ഒരു പാർട്ടി 20 ഇയേഴ്സിന് മേലെയായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സിംഗിൾ ക്ലയൻറ്റ് ഇഷ്ടം പോലെ വർക്കുകൾ അവരുടെ ഫാക്ടറികളുടെ മറ്റുള്ളതെല്ലാം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതൽ ഇങ്ങനെ വലിച്ചു വാരി പണി ചെയ്യുന്ന പാർട്ടികൾ, കിട്ടുന്ന പണികൾ ഒരു കുറച്ച് ക്ലയൻസ് ഉണ്ട്, അവരുടെ വർക്കുകൾ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ ഇവിടെ കോടി നടന്നു കഴിഞ്ഞിട്ട് ചെയ്യുന്ന പരിപാടിയില്ല. കിട്ടുന്ന പണി കൊണ്ട് തീർക്കുക. അതല്ലാണ്ട് ലോകം മുഴുവൻ നടന്നു കഴിഞ്ഞിട്ട് പണി എന്ന് പറഞ്ഞാൽ മരിക്കുന്ന പരിപാടി. അപ്പോൾ ഇത്രയും നേരം ഐക്കൺസ് ഓഫ് ഇന്ത്യയിൽ സാറിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഒത്തിരി നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും ആൽഫാമരിയ
ഉയരങ്ങളിലേക്ക് കുതിക്കട്ടെ എന്ന് ഐക്യൻസ് ഓഫ് ഇന്ത്യയുടെ പേരിൽ ആശംസിക്കുന്നു. ഒത്തിരി വിശേഷങ്ങൾ പങ്കുവച്ച സാറിനെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി. താങ്ക് യു സാർ. ആശംസകൾക്ക് വളരെ നന്ദി. ക്രൂവിനും എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു.